പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ ആരാധന ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. തുടർന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ തിരുവെഴുത്തിനെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. ഹൃദയ വിവേചനത്തോടെ ശുശ്രൂഷിക്കാനുള്ള കൃപ ദൈവം പകരണം. ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് വചനത്താൽ വിവേചിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വചനത്തിലൂടെ വ്യാപരിക്കണം. ദൈവവചനം തികവോടെ ശുശ്രൂഷിക്കാൻ ദൈവാത്മാവ് അധികാരപ്പെടുത്തണം. ദൈവിക ശുശ്രൂഷയ്ക്കും അതിന്റെ മഹത്വത്തിനും തടസ്സമായി നിൽക്കുന്ന മാനുഷിക പൈശാചിക മേഖലകൾ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ദൈവവചനത്തോടും ദൈവശബ്ദത്തോടും ദൈവീകമാകുന്ന എല്ലാ ആശീർവാദങ്ങളോടും ഏകീഭവിക്കാൻ ജനത്തിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കണം. ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കണം. ചാരത്തും ദൂരത്തും ഇരിക്കുന്ന എല്ലാവരെയും ദൈവ സാന്നിധ്യത്തിൽ മറയ്ക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടും. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. കരവും ശബ്ദവും ഉയർത്തി മഹത്വം ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. കൃപയാൽ ഒരുമിച്ച് ഒരു ബുധനാഴ്ചയും കൂടെ കർത്താവിനെ ആരാധിക്കാൻ ഈ ഭൂപരപ്പിൽ ഒരു അവസരം ദൈവം നമുക്ക് നൽകി തന്നു. കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനത്തെയും സ്വാഗതത്തെയും പ്രത്യേകിച്ച് പ്രിയ മോളമ്മ ചേച്ചിയുടെ മൂത്ത മകൻ അജു വന്നിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടല്ലേ വരുന്നത്? സ്തോത്രം. ആദ്യമായിട്ടാണ് പ്രിയ പൈതൽ വരുന്നത്. പ്രത്യേക പ്രിയ കുഞ്ഞിനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അവന്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ബ്ലെസ്സിംഗ് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൃപയാൽ ദൈവം നമുക്ക് നൽകി തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവം നമുക്ക് മറുപടി തന്നു. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ഓർക്കുകയായിരുന്നു. നമ്മുടെ മിനിസ്ട്രിയിൽ പ്ലസ് വൺ പ്ലസ് ടു സ്തോത്രം, അതുപോലെ 10th സ്തോത്രം, CBSE തോന്നുന്നു പ്ലസ് 2 വന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. മിനിസ്ട്രിയിൽ കുറെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്കെല്ലാം സ്വർഗത്തിലെ ദൈവം നല്ല വിജയം കൊടുത്തു. ഒരു കുഞ്ഞു പോലും പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. എല്ലാവരെയും കർത്താവ് മാനിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം ഉണ്ടെന്ന് വീണ്ടും നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. സ്തോത്രം. ഹല്ലേലൂയ. പല പ്രിയപ്പെട്ടവരും സ്തോത്രം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ജയിക്കുമോ എന്ന് അവര് തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ചില കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരാജയങ്ങളെ ദൈവം വെളിപ്പെടുത്തി. എന്നാൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശക്തമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച ദൈവം അതിനെ മാറ്റും. അങ്ങനെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി 1-2 പേരുണ്ട്. കൃപയാൽ എല്ലാവർക്കും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടു. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിജയം കർത്താവ് കൊടുത്തു. ഞാൻ ജയിക്കാൻ സാധ്യതയില്ലെന്ന് സ്വയം വിശ്വസിച്ച കുഞ്ഞുങ്ങളെ പോലും നല്ല മാർക്കോടെ വിജയിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർ പഠിച്ചു എന്നുള്ളത് സത്യമാണ്, അവര് എഴുതി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന്റെ പിൻപിൽ വ്യാപരിച്ചൊരു പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. അതിനെ ചെറുതായി കാണാനോ നിസ്സാരവൽക്കരിക്കാനോ കഴിയുന്നതല്ല. സ്തോത്രം. മുൻപോട്ടുള്ള നിങ്ങളുടെ ഉപരിപഠനങ്ങളിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന നിലയിൽ വളരെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ
പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ എവിടെ പോയാലും ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തമമായ ബോധ്യം ഓരോ കുഞ്ഞുങ്ങളെയും ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുഞ്ഞമാമ നമ്മുടെ നടുവിലുണ്ട്. സ്വതന്ത്രം ശാരീരിക പ്രയാസങ്ങളിലൊക്കെ ഒത്തിരി ഭാരപ്പെട്ടു. ഇന്ന് വരുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് പുറകിൽ ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ ബുധനാഴ്ച ഇവിടെ പറയുകയും ചെയ്തു. നമ്മുടെ മിനിസ്ട്രിയുടെ ഗ്രൂപ്പിൽ ഞാൻ അതിട്ടു. പ്രാർത്ഥന നിങ്ങൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ അതിൻ്റെതാകുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന പരമാവധി മിസ് ചെയ്യാതെ നിങ്ങൾ സംബന്ധിക്കണം എന്ന് ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഞാനൊരു ആലോചന പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ അതിൻ്റെതാകുന്ന ഭവിഷ്യത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. എങ്കിലും ദൈവം അതിന്റെ നടുവിൽ അനർത്ഥം വ്യസനകാരണമൊന്നും ആക്കാതെ കർത്താവ് സൂക്ഷിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ആരും പ്രാർത്ഥന പരമാവധി മുടക്കരുത്. ബുധൻ, വ്യാഴം 1 മണിക്കൂറാണ് നമ്മുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിലാണ് പ്രയർ. സ്തോത്രം, ഹല്ലേലൂയ. അതേപോലെ ബുധനാഴ്ചത്തെ ഈ മീറ്റിംഗ് പരമാവധി നിങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. കാരണം ആ ദൈവശബ്ദം അറിയിച്ചതിന് ശേഷം ചില കുടുംബങ്ങളിൽ അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ടുകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു. ദൈവം ഒരു കാര്യം വെറുതെ അറിയിക്കത്തില്ല. ദൈവം അറിയിക്കുന്ന കാര്യത്തെ ഗൗരവമായിട്ട് ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ, അനുസരിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനകൾ ഒഴിവാക്കാതെ സംബന്ധിക്കാൻ കർത്താവിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞാനിവിടെ മാനുഷികമായി വരണമെന്ന് ക്ഷണിക്കുന്ന ഒരാളല്ല. ഞാനിവിടെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ബുധനാഴ്ച പകൽ ഇവിടെ ഈ ഡോറ് ഓപ്പൺ ആണ്. ആർക്കും ഇവിടെ വരാം. പെന്തക്കോസ്തുകാർ തന്നെ വരണമെന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആർക്കും ഇവിടെ വരാം. ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ച പലരും ഇവിടെ വന്നിട്ടുണ്ട് പ്രാർത്ഥന. സ്തോത്രം, ഹല്ലേലൂയ. മറ്റ് സമുദായ വിഭാഗത്തിലുള്ളവർ പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വരാം. ഞാൻ അങ്ങനെ പ്രത്യേക ആരെയും ക്ഷണിക്കാറില്ല. പക്ഷെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഗ്രൂപ്പിലും പൊതുവിലും പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥന ഒഴിവാക്കാതെ നിർബന്ധമായിട്ടും വരണമെന്ന് ഞാൻ ഈ ഒരു 10-13 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ പറയുന്നത്. കാരണം അത് ദൈവം ഇടപെട്ടോണ്ടാണ്, ദൈവം സംസാരിച്ചോണ്ടാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ ആര് വന്നാലും വന്നില്ലേലും എനിക്കത് വിഷയമല്ല. നിയോഗവും ആഗ്രഹവും ഉള്ളവർ വരും. സ്തോത്രം. ദൈവം കൊണ്ടുവരുന്നവർ ഇവിടെ വരും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് അത് അറിയിക്കുവാൻ കാരണമായത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മനഃപൂർവ്വം പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. ഞാൻ വിശ്വസിക്കുന്ന ഓരോ മീറ്റിങ്ങിനും ഇവിടെ കടന്നു വന്ന് സംബന്ധിക്കുന്നവർക്കറിയാം, അവരാരും വെറുതെ പോയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്നും പ്രാപിക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരനുഭവം ഉണ്ടായില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് ദൈവം സംസാരിച്ചില്ല എന്നൊരൊറ്റ മനുഷ്യന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവര് എന്നെ കണ്ടിട്ടേ പോകണം. ഹല്ലേലൂയ. ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങൾ 15 സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ ഷിബിനും സച്ചു, ഈ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നത് അവരിവിടെ വന്ന് ചെറുപ്രായത്തിൽ 4-ലോ 5-ലോ പഠിക്കുമ്പോൾ, അവൻ 6-ലോ 7-ലോ പഠിക്കും. ആ ചെറുപ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് അഭിഷേകം പ്രാപിച്ചത്. അങ്ങനെ കുഞ്ഞുങ്ങൾ മുതൽ
പ്രായമുള്ളവരെ വരെ ഇവിടെ വന്ന ആരെയും എന്റെ ദൈവം തൊടാതിരുന്നിട്ടില്ല, ദൈവം സംസാരിക്കാതിരുന്നിട്ടില്ല, ദൈവം പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ പല വിഷയങ്ങൾക്കും മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രശ്നമല്ല. പറ, നമുക്കറിയാം. ധൈര്യമായിട്ട് പറഞ്ഞോ. നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം, അല്ലെ? ധൈര്യമായിട്ട് പറഞ്ഞു. ആരുടെ പ്രശ്നം? നമ്മുടെ പോരായ്മ, നമ്മുടെ കുറവുകൊണ്ട്. സ്തോത്രം. അത് മനസ്സിലാക്കി മര്യാദയ്ക്ക് പോവുകയാണ്, ഒരു കുഴപ്പമില്ല. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് പ്രാർത്ഥന മിസ് ചെയ്യാതെ. ഞാന് വയ്യാത്ത പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരോട് പറയാം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാസത്തിൽ 1-2 ആഴ്ചയെങ്കിലും വന്ന് സംബന്ധിക്കുക. അത്രയും മതി. അല്ലെങ്കിൽ 2 ആഴ്ച വരാൻ പറ്റുവാണോ 2 ആഴ്ച വരില്ല, ഒരാഴ്ച വരാൻ പറ്റുകയാണോ ഒരാഴ്ച വരിക. സ്തോത്രം, ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വേഗത്തിൽ ഒരു തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇനിയും അല്പനേരം വളരെ ശാന്തമായി ലളിതമായി കർത്താവിന്റെ വചനത്തെ ഒന്ന് കേൾക്കാം, ഹൃദയത്തിൽ സംഗ്രഹിക്കാം. അവസാനത്തെ ഒരു 15 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധ ആത്മാവിന്റെ മതി. സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഞാൻ ഈ വിഷയം കുറച്ചു നാളായിട്ട് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്ന ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ പഠിച്ച് പ്രാപിച്ച് ഓൾറെഡി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നോട് ദൈവം അതെടുക്കാൻ അല്ലെ ശുശ്രൂഷിക്കാൻ നിയോഗിക്കുന്ന ആ ഒരു സമയത്തിനായി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ ദൂത് ഞാൻ പ്രാപിച്ചിട്ട് കുറെ നാളായി. ഇന്ന് പകൽ അത് ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവിൽ ഒരു നിയോഗം കിട്ടി. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഉത്തമമായ സഭയുടെ ലക്ഷണങ്ങളാണ്. ഉത്തമമായ സഭയുടെ ലക്ഷണങ്ങൾ. സ്തോത്രം. ഒരു സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണെന്ന് പറയണമെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും. അതിലേക്കാണ് നമ്മൾ ഇന്ന് വചനം ധ്യാനിക്കുന്നത്. കർത്താവ് തന്ന ദൂതുകൾ ഞാൻ കൈമാറാം. അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ വൈദ്യനായ ലൂക്കോസ് തെയോഫിലോസിന് എഴുതിയതായി ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സുവിശേഷത്തിന്റെ വിജയകരമാകുന്ന പ്രവൃത്തികൾ ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി എന്നാണ് അതിന്റെ ഹെഡിങ് എങ്കിലും അതിനെക്കാട്ടിലും ചരിത്രകാരന്മാർ ഒന്നുകൂടെ ചേർത്ത് വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്നാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്നതിനേക്കാളും ഉപരി അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവർത്തികൾ എന്ന് നമുക്കിതിനെ പഠിക്കാൻ സാധിക്കും. നമുക്കറിയാം, വൈദ്യനായ ലൂക്കോസ് 2 പുസ്തകങ്ങളാണ് എഴുതിയത്. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തി. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ താൻ ഉദ്ധരിച്ചിരിക്കുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ,
അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ യെരൂശലേമിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയും സഭയുടെ ആരംഭവും സഭയുടെ വളർച്ചയും ആദ്യത്തെ ഒരു 30 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചരിത്രകാരന്മാര് പറയുന്നത് സുവിശേഷത്തിൽ നിന്ന് ലേഖനത്തിലേക്ക് പോകാനുള്ള ഒരു പാലമാണ് അപ്പോസ്തല പ്രവൃത്തി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷത്തിൽ നിന്ന് ലേഖനത്തിലേക്ക് പോകണമെങ്കിൽ ഈ ചരിത്രമാകുന്ന ബ്രിഡ്ജിലൂടെ കയറിയേ ലേഖനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ സ്തോത്ര ഹല്ലേലൂയ, ഈ യഹൂദ മതത്തിന്റെ ഇടുങ്ങിയ ഒരു സാഹചര്യത്തിൽ ജനം ജീവിക്കുകയാണ്. യഹൂദ മതത്തിന്റെ ഇടുങ്ങിയ ഒരു സാഹചര്യത്തിൽ ജനം ജീവിക്കുമ്പോൾ അതിൽ നിന്നും സുവിശേഷം ഹല്ലേലൂയ ലോകത്തിലേക്ക് വ്യാപിക്കേണ്ടതിന് ശക്തമായി അതിനെ സഹായിച്ചതാണ് ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായി യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ പാർപ്പി. ഇവിടെ നാളൊരാൾ വായിച്ച നരകത്തിൽ വായിച്ചപ്പോ അങ്ങനെ, നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാനാ നമ്മൾ ഈ പയറ്റുന്നില്ല. ഹല്ലേലൂയ. വായിച്ചു വന്നപ്പോ നിങ്ങൾ നരകത്തിൽ പാർപ്പി. യേശു പറയാ എന്താ തെറ്റിപ്പോയ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാൻ നിങ്ങൾ നഗരത്തിൽ പാർപ്പി. ഹല്ലേലൂയ. പിതാവ് വാഗ്ദത്തം ചെയ്തത് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. എന്നിട്ട് വേണം സുവിശേഷം അറിയിക്കാൻ പോകാൻ. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇരുന്ന് പ്രാപിച്ചിട്ട് വേണം സുവിശേഷം അറിയിക്കാൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങരുത്, അടി കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. ഇരുന്ന് പ്രാപിച്ചിട്ട് കർത്താവ് അത് തന്നെ പറഞ്ഞത്. അപ്പോൾ സുവിശേഷ ശക്തമായ പ്രചരണത്തിന് വേണ്ടി ഹല്ലേലൂയ അവരിരുന്ന് പ്രാപിച്ച് പരിശുദ്ധാത്മാവ് അതിനായി അവരെ സഹായിച്ചു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ശക്തമായി സഭ വളരുക, ശക്തമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ സഭ വളരുമ്പോൾ സഭ വളരുന്നതിനനുസരിച്ച് സഭയ്ക്കെതിരെ പ്രതികൂലം എഴുന്നേക്കാൻ തുടങ്ങും. ഒരു സൈഡിൽ സഭ വളരുമ്പോൾ മറുവശത്ത് സഭയ്ക്കെതിരെ പ്രതികൂലങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങും. സ്തോത്രം. ഇതിന്റെ നടുവിലാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു വചനം നമ്മൾ ഇന്ന് പകൽ വായിച്ചത്. ഉത്തമമായ സഭയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരി. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഇവിടെ എല്ലാം പോയി ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യമാകുവിൻ എന്ന് യേശു പറഞ്ഞ അതേ സ്ഥലം തന്നെ. വായിച്ചു. സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീയ വർധനവ് പ്രാപിച്ചു. നടന്നും പെരുകിക്കൊണ്ട്. ഉത്തമമായ സഭയുടെ 4 ലക്ഷണങ്ങളാണ് അവിടെ വായിച്ചത്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, പറഞ്ഞുതരാം. ഉത്തമമായ സഭയുടെ 4 ലക്ഷണങ്ങൾ. ഇന്ന് ഒരു പഠനം പോലെ ആയിരിക്കും പോകുന്നത്, കാരണം ഇതൊന്ന് പഠിക്കണം, പഠിച്ചിട്ട് വേണം പ്രാപിക്കാൻ. സ്തോത്രം. ഉത്തമമായ സഭയുടെ 4 ലക്ഷണമാണ് വചനം വായിച്ച് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഉത്തമമായ സഭ, അവിടെ സമാധാനം ഉണ്ടാവും. എന്തുണ്ടാവും? സമാധാനമുള്ള സഭയാണ് ഉത്തമമായ. പറ, ഇത് കേട്ടിട്ട് നിങ്ങളുടെ സമാധാനം പോയോ? സ്തോത്രം. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കണം. ഉത്തമമായ സഭയ്ക്ക് എന്തുണ്ട്? നിങ്ങൾ മിണ്ടാത്ത എന്താന്ന് എനിക്കറിയാം, ഞാൻ പുറകെ പറയാം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ആത്മീയ വർധനമുള്ള സഭ. ഉത്തമമായ സഭയുടെ രണ്ടാമത്തെ ലക്ഷണമാണ് അവിടെ ആത്മീയ
വർധന ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിനോടുള്ള ഭക്തി. ഉത്തമമായ സഭയുടെ മൂന്നാമത്തെ ലക്ഷണമാണ് കർത്താവിനോടുള്ള ഭക്തിയെ സൂക്ഷിക്കുക. നാലാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം. ഉത്തമമായ സഭയുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം ഉണ്ടാവും. ഈ 4 കാര്യങ്ങളാണ് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതിൽ ഒന്നാമത്തെ വിഷയം ആദ്യം നമുക്ക് ധ്യാനിക്കാം. അവിടെ പറയാ, സഭയ്ക്കകത്ത് ഒന്നുണ്ടായി, സമാധാനം ഉണ്ടായി. പത്രം ഇന്നില്ലാത്ത ഒരു സംഭവമാണ്. എന്താ സമാധാനം. എനിക്ക് ഇവിടെ വരുന്ന പല പ്രിയപ്പെട്ടവരെ അറിയാം. എന്നോട് ഒരു രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പാസ്റ്ററെ, ഞങ്ങളുടെ ചർച്ചയിൽ കിട്ടാത്തതും കൂടെ ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് പ്രാപിക്കുന്നത് എന്ന് പലരും പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. പോട്ടെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. ഉത്തമമായ സഭ, ആ സഭയ്ക്കകത്ത് ഹല്ലേലൂയ ഒന്നാമതായി എന്തു വേണം? സമാധാനം ഉണ്ടായി. സ്തോത്രം ചെയ്യുന്നു. സഭയെ രണ്ടായിട്ട് പഠിക്കാം. സഭ എന്ന് പറയുന്നത് നമ്മൾ തന്നെ. സഭ ആരാ? നമ്മളാണ്. സ്തോത്രം. എന്നാൽ സഭയുടെ ഒരു കൂട്ടവും ഉണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ സഭയുടെ ഒരു കൂട്ടവും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വ്യക്തിപരമായും ഒരു കൂട്ടമായിട്ടും വേണം നിങ്ങൾ ഇതിനെ ധ്യാനിക്കാൻ. ഞാൻ അത് രണ്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ 2 ഓർമ്മ ഉണ്ടാകണം. സഭ എന്ന് പറയുന്നത് ഒന്ന് ഞാനും, ഒന്ന് ഒരു കൂട്ടവും. കേട്ടോ, ഇത് 2 ഓർമ്മയിൽ ഉണ്ടാവണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഉത്തമമായ സഭയാണെങ്കിൽ അതിൻ്റെ അകത്ത് സമാധാനം ഉണ്ടാവും. എന്താ ഉണ്ടാവും? സമാധാനം. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ചിലര് വന്നിരിപ്പുണ്ടെങ്കിൽ പോലും ചിലർക്ക് സമാധാനം ഇല്ല. പല കാര്യത്തിനും പല വിഷയത്തിലും എന്തില്ല. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. സൂമിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെ. പല കാര്യത്തിലും പല വിഷയത്തിലും എന്തില്ല. പിന്നെ നമ്മളെ അഭിനയിക്കാൻ മിടുക്കരായോണ്ട് നമ്മൾ പുറമെ ഒരു മൂഡ് കൂടെ എന്ത് ചെയ്യും? ഇടും. സ്തോത്രം. ഉള്ളിലെ കാര്യമൊന്നും എന്ത് ചെയ്തില്ല, പുറത്ത് പ്രകടമാക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. പക്ഷെ ക്രിസ്തു ഉള്ള ഇടത്ത് സമാധാനം ഉണ്ടാവും. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ക്രിസ്തു ഉള്ളിടത്ത് എന്തുണ്ട്? ക്രിസ്തു ഉള്ള സഭയ്ക്കകത്ത്, ക്രിസ്തു ഉള്ള വ്യക്തിക്കകത്ത് സമാധാനത്തിന്റെ ശക്തി വ്യാപരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറയുമ്പോ തന്നെ ദൈവം അത് പകരും നിങ്ങളുടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം അത് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. യേശുക്രിസ്തു പറയുക, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവിടെയാ കാര്യം. ലോകം തരുന്നത് പോലെയല്ല മതി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. 2 സമാധാനം പറയുന്നേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പഠിപ്പിക്കുന്ന ഒരു ശൈലിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സമയമൊക്കെ തരാം. അപ്പൊ എത്ര സമാധാനമുണ്ട്? 2 സമാധാനമുണ്ട്. ഏതൊക്കെ?
ലോകത്തിന്റെ സമാധാനമുണ്ട്, യേശുക്രിസ്തു തന്നേച്ചു പോയ സമാധാനം. അപ്പൊ എത്ര സമാധാനമുണ്ട്? 2 സമാധാനമുണ്ട്. സ്വതന്ത്രം. ഇനിയും കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യമാണ്, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെ അല്ല. എന്താ? ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെ അല്ല. എന്റെ ഭാഷ പറഞ്ഞ, ലോകം തരുന്ന സമാധാനം ചൈന ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ പോലെ. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. ചൈന ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ പോലെ ഓടി വന്ന 6 മാസം ഇപ്പൊക്കെ കണ്ട ഉപയോഗിക്കാത്ത പോലെ. ഗോത്രം ഇപ്പോഴല്ലേ ബ്രാൻഡ് സാധനത്തിലോട്ട് കയറിയേ. ഗോത്രം ശ്രദ്ധിച്ചേ, ലോകം തരുന്ന സമാധാനത്തിനൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ യേശു പറയുന്നു, എന്റെ സമാധാനം അതുപോലെയല്ല, എന്റെ സമാധാനം നിലനിൽക്കുന്നതാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? യോഹന്നാൻ തന്നെ 20:19. 20:19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ശിഷ്യന്മാര് ഭയപ്പെട്ട് പേടിച്ച് മുൻപോട്ടിനിയും എന്തു ചെയ്യും എന്നറിയാതെ ഭാരപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ, സ്തോത്രം, തകർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു യേശുവിന്റെ നാമത്തിൽ. ഇത് കാണാൻ കഴിയുന്നവർ ഒന്ന് ഇമാജിൻ ചെയ്തോണം കേട്ടോ. സമാധാനം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഭയം അവരുടെ ഉള്ളിൽ കടന്ന് ഒരു ഇരുട്ടിന്റെ മുറിക്കകത്ത് വാതിലടച്ച് ആരും കാണാതെ ഇരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഉയർത്തെഴുന്നേറ്റവൻ ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ലോകം തരുന്ന സമാധാനമുണ്ട്, യേശു തന്നേച്ചു പോയ സമാധാനമുണ്ട്. എന്താ വ്യത്യാസം? ലോകം തരുന്ന സമാധാനം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ മാറിപ്പോകും. ലോകം തരുന്ന സമാധാനം ചില സാഹചര്യങ്ങളുടെ നടുവിൽ മാറിപ്പോകും. എന്നാൽ കർത്താവ് തന്ന സമാധാനം നിങ്ങൾ കണ്ടോ? ലോകം അവരുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. സ്തോത്രം. ആമേൻ, ആമേൻ. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ദൂത് ഞാൻ പറയാം. പലതിനെയും ആശ്രയിച്ചിട്ടും ലഭിക്കപ്പെടാത്ത സമാധാനം ഇന്ന് പകൽ നിനക്ക് കൈമാറാൻ വാഗ്ദത്തം ചെയ്തിട്ട് പോയ ഒരുവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ലോകം തരുന്ന സമാധാനം പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം, നിന്റെ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഞാൻ ആ സമാധാനം ഇറങ്ങി വരും. നിന്റെ ഭയത്തിന്റെ നടുവിൽ ആ സമാധാനം ഇറങ്ങി വരും. നിന്നെ ആരും നിനക്ക് തുണയില്ലാതിരിക്കുമ്പോൾ ആ സമാധാനം ഇറങ്ങി വരും. നീ ദൂത് കേൾക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടു പോയ ചില വിഷയങ്ങളെ അകത്ത് ദൈവമെന്നോട് ഇടപെടുന്നത് നീ ചേർത്ത് പിടിക്കേണ്ടത് യേശുവിന്റെ സമാധാനമാണ്. അസമാധാനപ്പെടരുത്, അസമാധാനപ്പെടരുത്, അസമാധാനപ്പെടരുത്. ഈ സാഹചര്യത്തിന്റെ മുമ്പിൽ, ഈ വിഷയത്തിന്റെ മുമ്പിൽ, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ അസമാധാനപ്പെടരുത്. വചനത്തിലുള്ള ദൈവം ഇടപെടുന്നു. നിന്നെ സമാധാനിപ്പിക്കുന്ന ഒരു വാഗ്ദത്തം അവൻ നൽകിയിട്ടാണ് പോയത്. ശ്രദ്ധിക്കുന്ന ഒരു പേരുണ്ട്.
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഞാൻ ഇത് പറയുന്നത് സഭ എന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട കേട്ടോ. പല പ്രിയപ്പെട്ടവർക്കും പല വിഷയത്തിന്റെ അകത്ത് ഒരു പൂർണ്ണ സമാധാനം ഇല്ല. സമാധാനക്കേട് പല വിധത്തിലായിരിക്കാം, പല വിഷയത്തിലായിരിക്കാം, പല സാഹചര്യത്തിലായിരിക്കാം. പക്ഷെ നിന്റെ ഹൃദയം വിവേചിച്ചുകൊണ്ട് ദൈവാത്മാവ് എന്നോട് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, പല വിഷയത്തിന്റെ അകത്തും നിനക്ക് അസമാധാനമുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. രണ്ട് സമാധാനം നിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ലോകത്തിന്റെ സമാധാനത്തിലേക്ക് നീ ചായരുത്. അത് ഹല്ലേലൂയ വിട്ടു മാറിപ്പോകുന്നതാണ്. അത് നിന്നെ തള്ളിക്കളയുന്നതാണ്. ഏത് സാഹചര്യത്തിന്റെ നടുവിലും നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ ഉറപ്പിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമാധാനമുണ്ട്. ഒരു സമാധാനത്തിന്റെ ശക്തിയുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം. ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ ഈ സമാധാനം ചില വ്യക്തികളെ ഭരിക്കണം, ചില കുടുംബങ്ങളെ ഭരിക്കണം, ചില തലമുറകളെ ഭരിക്കണം. സമാധാനമില്ലാതെ നിന്നെ ഞെരുക്കുന്ന ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഞാൻ വചന വെളിപ്പാടിൽ ഇത് പറയുമ്പോൾ തന്നെ സമാധാനത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന്, സമാധാനത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുമെന്ന്, ഉറക്കം വന്നിട്ടും നിന്നെ ഉറക്കാതിരുന്ന, വിശ്വസിച്ചിട്ടും നിന്നെ കഴിപ്പിക്കാതിരുന്ന, നിന്നെ ഉറക്കിയ, നിന്നെ ഫലത്തിക്കാതിയ, ചിരിക്കാൻ പകരം ചിരിക്കാൻ കഴിയാതെ നിന്നെ അഗ്നിയപ്പെടുത്തുന്ന ഒരു സമാധാനത്തിന്റെ ശക്തി ഇന്നുവരെ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കണം. ചിലത് കേട്ടാൽ സമാധാനം പോകും, ചിലത് സ്വപ്നത്തിലൂടെ കണ്ടാൽ സമാധാനം പോകും, ചിലത് അറിഞ്ഞാൽ സമാധാനം പോകും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നീ ഭാരപ്പെടരുത്. ഒരു സമാധാനത്തിന്റെ പ്രഭു ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരു സമാധാനത്തിന്റെ പ്രഭു ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിന് സ്വാതന്ത്ര്യമേകാൻ, നിന്റെ മനസ്സിന് തണുപ്പ് തരാൻ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനം വിതയ്ക്കാൻ, അസമാധാനത്തിന് വിതയ്ക്കുന്ന പൈശാചിക മാനുഷിക ഭോഗ്യങ്ങളെ ജയിക്കുന്ന ദൈവിക സമാധാനത്തെ തരുന്ന സമാധാനം ഇതിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ ആരാധിക്കാൻ പുറകെ സമയം തരാം. ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മതി. ഉത്തമമായ സഭയാകുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്തുണ്ട്? എന്തൊക്കെ വിഷയം വന്നാലും, ഏതൊക്കെ വിഷയം ഫേസ് ചെയ്യേണ്ടി വന്നാലും, ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവന്റെ ഉള്ളിൽ അവനെ ഭരിക്കുന്ന ഒരു സമാധാനം ഉണ്ടാവും. ഹല്ലേലൂയ. ഒരു സമാധാനം ഉണ്ടാവും. സ്തോത്രം. ഇനിയും ഒരു കൂട്ടത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ. ഇന്നത്തെ കൂട്ടം ഒന്നും സൂചി ഇട്ടാൽ ഇന്നത്തെ കൂട്ടം ഒന്നും പറയണ്ട. സ്തോത്രം. ഞാന് ഒരു ദൈവദാസൻ എടുത്ത ഒരു കണക്ക് ഞാൻ കേട്ടപ്പോ ശക്തമായിട്ട് ശോഭിച്ച എത്രയോ സഭാ കൂട്ടായ്മകൾ, സഭാവിശ്വാസികൾ ചേർന്ന്, അല്ലെങ്കിൽ പാസ്റ്ററും വിശ്വാസികളും ചേർന്ന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളായിട്ട് എത്രയോ സഭകൾ സമാധാനമില്ലാതെ തല്ലി അടിച്ച് പിരിഞ്ഞ് പൂട്ടിയിട്ടുണ്ടെന്നറിയാം. കുറച്ച് നാളുകൾക്ക് പുറകിൽ വൈറലായ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തോ മാത്രം ദൂരെങ്ങുമല്ല.
കൂട്ടത്തിന്റെ ഇടയ്ക്ക് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലം. പല സഭയ്ക്കകത്തും എന്തില്ല? സമാധാനം ഇല്ല. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമാധാനം ഇല്ലാത്തത് ട്രഡീഷണൽ ചർച്ചിലാണ്. പാരമ്പര്യം, ഇവിടെ ഇരിക്കുന്ന കൂടുതലും പാരമ്പര്യം ആയതുകൊണ്ട് തല കുലുക്കാൻ ഇച്ചിരി മടിയ സാരമില്ല, വിഷയമല്ല. ഏറ്റവും കൂടുതൽ സമാധാനമില്ലാത്തത് പാരമ്പര്യ സഭകളിൽ. എന്നാൽ ഇൻഡിപെൻഡന്റ് ചർച്ചുകളിൽ പ്രിയപ്പെട്ടവരെ അത്രയും പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളില്ലെന്നല്ല, അത്രയും പ്രശ്നങ്ങൾ ഇല്ല. സ്വത്രം ഞാൻ പറയട്ടെ, നമ്മൾ കൂടുന്ന ഒരു കൂട്ടത്തിന്റെ അകത്ത് സമാധാനമില്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും? എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും? എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? മൊത്തം കൊടുക്കുന്നവർ കൊടുക്കും, അല്ലേ? എങ്കിലും എല്ലാവരുമായിട്ടൊരു സമാധാന അന്തരീക്ഷമാണെങ്കിൽ അതിന്റെ ഒരു സന്തോഷം വേറെയാണ്, അല്ലേ? നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്കൊരു സമാധാനമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും? അല്ലേ? ശരിയാണോ? പഠിക്കുന്നിടത്ത് ഒരു സമാധാനമില്ലെങ്കിൽ എങ്ങനെ പഠിക്കും? സ്തോത്രം. വിശ്വാസിയാണേലും അവിശ്വാസിയാണേലും ഏത് മനുഷ്യനും ഏറ്റവും ആഗ്രഹിക്കുന്നതാണ് സമാധാനം. ഒരുപാടൊന്നും ഇല്ലെങ്കിൽ സമാധാനമുണ്ട് പറയാറില്ല നമ്മള്. പറയത്തക്കവണ്ണം ഞങ്ങൾക്ക് ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്തുണ്ട്? ഒരുപാടുണ്ട്. സമാധാനമില്ല, തീർന്നില്ലേ? സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കൂട്ടത്തിന്റെ ഇടയ്ക്ക് സമാധാനം ഇല്ല. ഉത്തമമായ സഭയുടെ ലക്ഷണത്തെ ശത്രുവാകുന്നവൻ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ഉത്തമമായ സഭയുടെ അകത്ത് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ അസമാധാനം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അത് ഉത്തമമായ സഭയല്ല. സ്തോത്രം. ഉത്തമമായ സഭയാണെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവിക സമാധാനത്തിന്റെ ശക്തി വ്യാപരിക്കും. സ്തോത്രം ചെയ്യുന്നു. ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഇന്നത്തെ കൂട്ടത്തിൽ അതില്ല. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അവരോട് ഞാൻ സംസാരിച്ചപ്പോ അവരുടെ സഭയിലെ ചില ഇഷ്യൂസ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ നിങ്ങൾ സംസാരിച്ച് ഒരു കാര്യം ചെയ്യും, ക്രമീകരിക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞു, ഇല്ല പാസ്റ്റർ ക്രമീകരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കേന്ദ്രത്തിൽ കൊടുക്കും. കേന്ദ്രത്തിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു ക്രമീകരണത്തിന് ഒരുക്കാൻ പറഞ്ഞപ്പോ പുള്ളി പറയാം, കേന്ദ്രത്തിലും അടിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായി. സഭയുടെ അകത്ത് സമാധാനക്കേട്, പ്രശ്നങ്ങൾ. അദ്ദേഹം എന്നോടത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിഹരിക്കുക പാസ്റ്റർ, ഞങ്ങൾ ഒത്തിരി നോക്കിയതാ, പക്ഷെ പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിർവാഹമില്ലെങ്കിൽ എന്ത് ചെയ്യും, മുകളിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നോട് പുള്ളി പറയാ, അതിലും വലിയ അടി അവിടെ പിന്നെ എങ്ങനെ കൊടുക്കും? കൂട്ടത്തിന്റെ ഇടയ്ക്ക് എന്തില്ല? സമാധാനമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക്. പക്ഷെ നമ്മൾ പറയുന്നത് സമാധാനത്തിന്റെ പ്രഭുവാണ് നമ്മുടെ കർത്താവ്. പക്ഷെ കർത്താവിനെ ആരാധിക്കുന്ന പല കൂട്ടത്തിന്റെ ഇടയ്ക്ക് എന്തില്ല? സമാധാനം ഇല്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരും ഉറങ്ങരുത് ആരും. മൊത്തം കേട്ടിട്ടേ ഉറങ്ങാവൂ. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പൊ ഒന്ന്, സഭയ്ക്കകത്ത് ഉത്തമമായ സഭയാണെങ്കിൽ അതിനകത്ത് സമാധാനം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്തുവാ? ആത്മീയ വർധനവ്. നീ സഭയാണെങ്കിൽ നിന്റെ അകത്ത് ആത്മീയത വർദ്ധിക്കണം.
ഇത് രക്ഷിക്കപ്പെട്ടപ്പോ പ്രാപിച്ചത് ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പോലല്ലേ പോകുന്നത്? സാരില്ല, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന പോലല്ലേ പോകാൻ പറ്റും. എനിക്ക് എല്ലാവരെയും ഇതിന് പറഞ്ഞിരിക്കുന്നവരെയൊക്കെ കാണാൻ പാടാം. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടെ. പ്രിയപ്പെട്ടവരെ, ഉത്തമമായ സഭയാണെങ്കിൽ അവരുടെ അകത്ത് ആത്മീയ വർധന ഉണ്ടാവണം. എന്നാ ഉണ്ടാവണം? ആത്മീയ വർധനവ്. എന്റെ ചോദ്യം, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായി? സ്നാനപ്പെട്ടിട്ട് എത്ര നാളായി? അഭിഷേകം പ്രാപിച്ചിട്ട് എത്ര നാളായി? ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ നീ ഉത്തമമായ സഭയല്ല. അല്ല അല്ല. സ്തോത്രം ചെയ്യുന്നു. ഞാൻ കൂട്ടത്തേക്ക് പോകുന്നില്ല, വ്യക്തിപരമായി സഭയോടുള്ള ദൂതാണിത്. സ്തോത്രം. എന്തോ വരണം? ആത്മീയ വർധനവ് ഉണ്ടാവണം. ഞാൻ പറയാം, എല്ലാം ഉണ്ടെങ്കിലും സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ, ആത്മീയ വളർച്ച ഇല്ലെങ്കിൽ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആത്മീയ വർധന ഉണ്ടാവണം. ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിൽ സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കകത്ത് ഓരോ ദിവസം കഴിയുമ്പോഴും ആത്മീയ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന്റെ ബാക്കിയല്ലേ നമ്മള്? അല്ലേ? ആ ചങ്ങലയിലുള്ളവരല്ലേ നമ്മള്? ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ സമയം കഴിയുമ്പോൾ ഉണർവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ആത്മീയ വർധനവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്റെ ചോദ്യം, നീ മേളോട്ടാണോ പോകുന്നത്? നീ താഴോട്ടാണോ പോകുന്നത്? സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ആത്മീക വർധനവ് വരുത്താത്തതിന് തടസ്സം എന്താണോ അതിനെ ഇന്ന് പകൽ നീക്കം ചെയ്തിട്ടേ മടങ്ങിപ്പോവുള്ളൂ. സ്തോത്രം, സ്തോത്രം. ഞാന് ഹരിയാന മീറ്റിങ്ങിന് പോയപ്പോ അവിടെ ഷാരോന്റെ ചർച്ച ഉണ്ട്. ഷാരോന്റെ ചർച്ച ഞാൻ ചെന്നു, ശുശ്രൂഷിച്ചു. മലയാളികൾ ആരും ഇല്ലാത്തൊരു ചർച്ച, ഒറ്റ മലയാളി ഇല്ല. സ്തോത്രം. അവിടെ ചെന്ന് ശുശ്രൂഷിച്ച് അവസാനം പ്രാർത്ഥിക്കാൻ ക്യൂ നിൽക്കുക ആൾക്കാർ. ഇങ്ങനെ വരിവരിയായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുക. ഒരു 10, 30, 40 പേര് കാണും പ്രാർത്ഥിക്കാൻ, ക്യൂ നിൽക്കുക. ഞാൻ കസാരയിട്ട് ഇരിക്കുന്നു. എന്റെ അടുത്ത് കർത്താവിന്റെ ദാസി, പുള്ളിക്കാരി ടീച്ചറാണ്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്തിരിക്കുന്നു. 10-40 പേരോളം ഉണ്ട് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതിൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 35 പേരും അല്ലെങ്കിൽ ഒരു 36 പേരും, ഒരു 97% പേരും അവര് പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം, ഞങ്ങൾ അറിഞ്ഞ ദൈവത്തെ ഞങ്ങളുടെ കുടുംബം അറിയാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ ആരാധിച്ചാൽ പോരാ, ഞങ്ങൾക്ക് ഇതിലും ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം, ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരണം. പാസ് അതിനു വേണ്ടി ഇവിടെ ആണെങ്കിലും നിങ്ങൾ മിണ്ടത്തില്ല, കാരണം നിങ്ങളെല്ലാം എന്നോട് പ്രാർത്ഥനാ വിഷയം പറയുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. സ്തോത്രം. ഈ നമ്മുടെ ഇവിടെ ആണല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറ്റവും അവസാനം ഏതാ? ആത്മീയ വർധനവും വിശ്വാസത്തിന്റെ നിലനിൽപ്പും. ഇതൊക്കെ എത്ര പേര് ഒരു പാസ്റ്ററിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന ആള് വിശ്വാസത്തിലല്ല, അയാളൊന്ന് വിശ്വാസത്തിൽ വരാൻ പാസ്റ്റർ? എത്ര പേര് പറഞ്ഞു? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്? എന്റെ അയൽപക്കത്തുള്ള ആള് വിശ്വാസത്തിലല്ല, എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ വരാനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് എത്ര പേര് ഒരാളോട് പറഞ്ഞു?
ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം വിശ്വാസത്തിലാണെങ്കിൽ ഇരിക്കട്ടെ അങ്ങനെ. അടുത്ത വീട്ടിൽ അത് പറയത്തില്ല, പിന്നെ എന്താ പറയും? അടുത്ത വീട്ടിലൊരു കുടുംബമുണ്ട് കേട്ടോ, ഇച്ചിരി പ്രശ്നമാണ്, ഒന്ന് പ്രാർത്ഥിച്ചു ഒതുക്കണം എന്നേ പറയത്തുള്ളൂ അല്ലേ? അങ്ങനെ പറയാറുള്ളൂ, പ്രാർത്ഥിക്കാൻ. ഇച്ചിരി പ്രശ്നമാണ്, ഒന്ന് പ്രാർത്ഥിച്ചു ഉണ്ടെന്നില്ലല്ലോ. ഞാളൊരു പാസ്റ്റോട് പറഞ്ഞ പാസ്റ്റേ അയൽപക്കത്തെ ഭയങ്കര പ്രശ്നമാണ്, പാസ് ഒന്ന് വെട്ടി പ്രാർത്ഥിക്കണം. പുള്ളി പറഞ്ഞു എനിക്ക് ആ ജോലിയില്ലെന്ന്. പുള്ളി പറഞ്ഞു എനിക്ക് ആ ജോലിയില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വല്ല കൊട്ടേഷൻകാർക്കും കൊടുക്കാൻ പറഞ്ഞു, വെട്ടി പ്രാർത്ഥന. ഇതാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഒരു കർത്താവിന്റെ അനുയായികളാണ് നമ്മൾ, അല്ലേ? സ്തോത്രം ചെയ്യുന്നു. എന്റെ ചോദ്യം, നിന്റെ ആത്മീക വർധനവിന് വേണ്ടി നീ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്? ഇത് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവശബ്ദമാണ്. ആത്മീയ വർധനവ്, ആത്മീയതയല്ല ഞാൻ പറയുന്നത്, പ്രാപിച്ചതിന്റെ അകത്ത് ഒരു വളർച്ച ഉണ്ടാവണം, പ്രാപിച്ചതിന്റെ അകത്ത് ഒരു ഉയർച്ച ഉണ്ടാവണം. സ്തോത്രം. പ്രാപിച്ചതും കൊണ്ടിരിക്കാതെ അതിനെ ഫുൾഫിൽ ആക്കണം. യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്തിരിക്കുന്ന പലരോടും ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ ഇടപെടുന്നു. ആത്മീയത അകത്തുണ്ട്, പക്ഷെ വളർച്ചയില്ല. സ്തോത്രം. വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ പ്രിയ കുമ്പനാട്ട മാതാവ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയുന്ന ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം, ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം ഇടുമ്പോൾ ശ്രദ്ധിക്കും. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം, ആത്മീയമായിട്ട് എനിക്ക് വളരണം, പണ്ടത്തെ പോലെ എനിക്ക് ദൈവസന്നിധിയിലാവണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനാ വിഷയം ഇട്ട മറ്റ് പ്രാർത്ഥനാ വിഷയമൊന്നും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ദൈവവിളി ഉള്ളവരൊക്കെ ഏറ്റവും അവസാനമാണ് പറയുന്നത്, എന്താ? എന്റെ വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് എന്തുവാ പറയുന്നത്? ഭൗമികമാകുന്ന സ്തോത്രം. ഇന്നെന്തോ പറയാൻ ദൈവാത്മാവ് നിയോഗിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവസാനം ആദ്യ ആത്മീയ കാര്യത്തിന് മുൻഗണന കൊടുക്കണം. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, ബാക്കിയുള്ളതെല്ലാം അവൻ നിനക്ക് തരും. രാമൻ എത്ര പേര് പറയും ഹല്ലേലൂയ? അപ്പൊ പാസ്റ്ററെ, എനിക്ക് ആത്മീയ വർധന വരണം, അല്ലെ വരുത്തണം, എന്താണ് വഴി? ചിന്തയുണ്ടോ? ഉണ്ടോ? ആഗ്രഹമുണ്ടോ? അതോ അന്ന് പ്രാപിച്ച രണ്ടുപേരി അന്യഭാഷ മതിയോ? അന്നത്തെ ആരാധന മതിയോ? മാറ്റം വരണ്ടേ? കൃപ പ്രാപിക്കണ്ടേ? ആത്മീയ വർധന ഉണ്ടാവണ്ടേ? അതിന് ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. കാരണം ഇതൊക്കെ പഠിച്ചു പോകണം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. അടുത്ത വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര അറിവാണ്, അല്ലേ? പോലെ നിൽക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബൈബിളിലെ കാര്യം അറിയത്തില്ലെങ്കിലും VD സതീശന്റെ കാര്യം മൊത്തം എന്നാ മിണ്ടത്തില്ലല്ലോ. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പുസ്തകക്രമം കാണാതെ ചോദിച്ചാൽ പറയാൻ പലർക്കും അറിയത്തില്ല. പുതിയതായി കയറിയ മന്ത്രിമാരാരൊക്കെയാണെന്നും വകുപ്പുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയും. സ്തോത്രം. മറ്റുള്ളതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, മറ്റുള്ളതൊക്കെ നമുക്ക് അറിയാം. അടുത്ത വാക്യം എന്താ?
അറിവ് നിഗളമുണ്ടാക്കുന്നു. സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. മതി. അപ്പൊ ഒന്നാമത്തെ കാര്യം, ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരെ സ്നേഹിക്കണം? ഫേസ്ബുക്ക് എടുത്തിട്ട് നോക്കുക ആളെ. എന്തിനാ? സ്നേഹിക്കാൻ. അത് നിനക്ക് മിക്കവാറും ഉണ്ടാവും ആത്മീയ വർധന. അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സ്നേഹിക്കാൻ തെരഞ്ഞെടുക്കും, ഉണ്ടാവും. എടാ, അതല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞത്. നിനക്ക് ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ ആത്മീയമായി നിൽക്കുന്ന ദൈവമക്കളെ നീ സ്നേഹിക്കണം. സ്നേഹിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിനക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. അതുകൊണ്ട് രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പുത്രന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് പിതാവ് നൽകും. 2 or 3 പേർ എന്റെ നാമത്തിൽ ഇരുന്നാൽ അവരുടെ നടുവിൽ ഞാൻ ഇറങ്ങും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? 2 പേര് തമ്മിൽ, ഹല്ലേലൂയ, സ്തോത്രം. ഏത് 2 പേര്? ആത്മീയരായിരുന്ന 2 പേര് തമ്മിൽ പരസ്പര സ്നേഹത്തോടെയാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാവും. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെക്കാളും ഒരു പടി മുകളിൽ ആത്മീയമായി നിൽക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം, അവരോട് അടുക്കണം, അവരോട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ നിനക്കും ആത്മീയ വർധന ഉണ്ടാവും. നിനക്കും ആത്മീയ വർധന ഉണ്ടാവും. അല്ലാതെ കോമഡിയും സിനിമാ കഥയും സീരിയൽ കഥയും പറയുന്നവരോട് കൂടെ നീ ഇരുന്ന് വർത്തമാനം പറഞ്ഞ നിന്റെ ഉള്ള ആത്മീയം കൂടെ പോകും. സ്തോത്രം. വീടിന്റെ താഴെയുള്ള കവലയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്ന പോസ്റ്റിന്റെ മണ്ടേക്കോ ഇരിക്കാൻ നിന്നെ കിട്ടാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായാലും നീ ഭാരപ്പെടണ്ട. നിന്റെ ആത്മീയത കളയുന്ന ഒരിടത്തും, നിന്റെ ആത്മീയത ഇല്ലാതാക്കുന്ന ഒരു ബന്ധത്തിലും നീ ഏർപ്പെടരുത്. സ്തോത്രം, സ്തോത്രം. ഇത് ശക്തമായി പരിശുദ്ധാത്മാവ് തരുന്ന വാണിംഗ് ആണെന്ന് ദൈവം എന്നോട് ഇടപെടുന്നു. ശക്തമായി ദൈവാത്മാവ് തരുന്ന വാണിംഗ് ആണെന്ന് കർത്താവ് എന്നോട് ഇടപെടുന്നു. നിനക്ക് ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ളവരുമായിട്ടൊരു സ്നേഹം നിനക്കുണ്ടാവണം. ഹല്ലേലൂയ. ആത്മീയ വർധന ഉണ്ടാകാൻ, സ്തോത്രം, ആത്മീയ വർധനയിൽ ജീവിച്ചവരോട് ചോദിച്ചേ, അവര് പറയും, ആത്മീയ വർധനവിൽ ഞാൻ വന്ന സമയങ്ങളിൽ ഹല്ലേലൂയ ആത്മീയരുടെ ഇടയിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇല്ലേ? ഇല്ലേ? കഴിഞ്ഞ നാളുകളെ ഒന്ന് ഓർത്തേ. ആത്മീയമായിട്ട് അത്രയും തീഷ്ണതയിൽ നിൽക്കാനുള്ള ഒരു കാരണം, കൂട്ടത്തിന്റെ ഇടയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ദൈവസ്നേഹം വ്യാപരിച്ചിരുന്നു. ദൈവസ്നേഹം വ്യാപരിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ആത്മീയ വർധന ഉണ്ടായി. നിനക്കൊരു ഭാരം വരുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നവരോട് വിളിച്ചു പറയുമ്പോൾ അവർ നിന്നെ സമാധാനിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ ആത്മീയത താഴോട്ട് പോകട്ടില്ല. സ്തോത്രം. അല്ലേ? കഴിഞ്ഞ നാളുകൾ അങ്ങനല്ലേ? നമ്മുടെ ആത്മീയത ഡൗൺ ആകുന്ന സമയത്ത് ആത്മീയതയിൽ നിൽക്കുന്നവരോട് നമ്മൾ വിളിച്ചു പറയും, ഇന്ന വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. അവര് 2 വാക്ക് കൃപയോടുകൂടി അങ്ങോട്ട് പറയുന്ന ഉടനെ നമ്മൾക്ക് അവിടെ ആശ്വാസമാണ്. അവര് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ആശ്വാസമാ. നമ്മൾ അവിടെ ഡൗൺ ആകത്തില്ല. സ്തോത്രം. എന്നാൽ ഒരു ആത്മീയത ഇല്ലാത്തവരോട് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ ലോകപരമായ മറുപടിയെ തരത്തുള്ളൂ. ചിലപ്പോൾ നിന്നെ അത് മുറിവേൽപ്പിക്കും. സ്തോത്രം ചെയ്യുന്നു. അപ്പം ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ ഒന്ന്, പരസ്പര സ്നേഹം ഉണ്ടാവണം.
ഒരു കുടുംബത്തിന്റെ അകത്ത് ആത്മീയ വർധനം ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിന്റെ അകത്തുള്ളവർ തമ്മിൽ എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. ഇത് കണ്ടാൽ മിണ്ടത്തില്ല. പിന്നെ അങ്ങനെ സ്നേഹം ഉണ്ടാകണം. എന്തോ ഉണ്ടാകണം? സ്നേഹം ഉണ്ടാകണം. സ്തോത്രം ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ അടുത്തൊരു കടയിൽ കയറിയപ്പോ ഒരു പയ്യൻ അവൻ വന്ന് സിഗരറ്റ് മേടിച്ചോണ്ട് പോയി. സിഗരറ്റ് മേടിച്ചോണ്ട് പോയി. ഞാൻ കടയിലെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കൊച്ചു പിള്ളേരൊക്കെ ആണല്ലോ സിഗരറ്റ് മേടിച്ചോണ്ട് പോകുന്നേ, ഇവരൊക്കെ മേടിക്കാൻ വരുമ്പോ ചേച്ചിക്കൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ മോനെ, ഇത് വേണ്ട, ഇത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞൂടെ? ഒരു വട്ടമെങ്കിലും ഒന്ന് പറ. എന്നോട് പറഞ്ഞു, മോനെ എങ്ങനെ പറയും, ഞാൻ ചെത്ത. കഴിഞ്ഞ ആഴ്ച അമ്മ വന്ന് പറഞ്ഞ് അവൻ വന്ന് സിഗരറ്റ് ചോദിച്ചാൽ കൊടുത്തേക്കണം, പൈസ അമ്മ തന്നേക്കണം. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, അവനെ പറഞ്ഞിട്ട് ഒരു കാര്യം. ആ കടയിൽ വന്ന അമ്മ പറഞ്ഞു, എന്റെ മകൻ സിഗരറ്റ് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുടുംബത്തിന്റെ അകത്ത് സ്നേഹമില്ല. സ്നേഹത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിൽ ഒന്നാണ് സ്നേഹം. സ്തോത്രം. പ്രവചനമുണ്ട്, ഭാഷാവരമുണ്ട്, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഇടപെട്ടൊരു കാര്യമുണ്ട്. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ആത്മീയ വർധനവിനെ തടയുന്ന സ്നേഹബന്ധങ്ങളോട് പോരാടുന്ന മേഖലയെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ജയമെടുത്തിട്ടേ നീ മടങ്ങാവുള്ളൂ. കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ സ്നേഹത്തിന്റെ അനുഭവത്തെ തച്ചുടയ്ക്കുന്ന ആ പൈശാചിക മേഖലകളെ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ അതിനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. ഭാര്യ ഭർത്താവും സ്നേഹമില്ല, അപ്പനും മക്കളും സ്നേഹമില്ല, അമ്മയും മക്കളും സ്നേഹമില്ല, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ഇരുട്ടുണ്ട്, ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചികതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാല സ്നേഹമുള്ളിടത്ത് കൃപ വ്യാപരിക്കും. പിന്നെ ആരാധിക്കണം. കേട്ടാ മതി. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. പരസ്പര സ്നേഹത്തെ ഇല്ലാതാക്കുന്ന പൈശാചിക സ്വാധീനം ഇന്ന് പകൽ തകരണം. സമയം പോകുന്നു. അപ്പൊ ഒന്ന്, പരസ്പരം സ്നേഹിക്കണം. സ്നേഹം എവിടെ നിന്നാ വന്നേ? ദൈവത്തിൽ നിന്ന്. കാരണം വചനം പറയുന്ന ദൈവം സ്നേഹമാണ്. ഓക്കെ. 1 കോരിന്ത്യർ തന്നെ 14:3. 1 കോരിന്ത്യർ 14:3. മതി. പ്രവചനം എന്ത് വരുത്തുന്നു? ആത്മീയ വർധനവ് വരുത്തുന്നു. രണ്ടാമത്തെ കാര്യം, ആത്മീയ വർധനം ഉണ്ടാകണമെങ്കിൽ പ്രവചനം ഉണ്ടാകണം. സ്തോത്രം. എന്താ ഉണ്ടാകണം? പ്രവചനം ഉണ്ടാകണം. പ്രവചനം ഇന്ന് ഒരുപാട് നമ്മൾ കേൾക്കുന്നത് അല്ലേ? ഒരുപാട് പ്രവചനമുണ്ട്, ഇഷ്ടം പോലെ പ്രവാചകന്മാരും ഉണ്ട്. ഈ കൊച്ചു കേരളത്തിൽ പ്രവചനം കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വാസികൾ തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന കാലമാണ്. സ്തോത്രം. ഇതിൽ നല്ല പ്രവാചകന്മാരുമുണ്ട്, ദൈവത്തിന് കൊള്ളാത്ത പ്രവാചകന്മാരും, ആത്മാവിൽ പ്രവചിക്കുന്നവരുമുണ്ട്, ജഡത്തിൽ പ്രവചിക്കുന്നവരുണ്ട്, ദുരാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പ്രവചനം നമ്മളെ തളർത്തുന്നതല്ല, പ്രവചനം നമ്മളെ ഇല്ലാതാക്കുന്നതല്ല, പ്രവചനം നമുക്ക് ആത്മീയ വർധന വരുത്തണം. എത്ര പേര് ആമേൻ പറയും? എന്ന് വെച്ച് നിന്നെ അങ്ങ് കാനഡ കൊണ്ടുപോകുന്നത് കേട്ടല്ല നിനക്ക് ആത്മീയ വർധനം ഉണ്ടാവട്ടെ. സ്തോത്രം. നമുക്ക് അങ്ങനെയൊക്കെ ആത്മീയ വർധന
അല്ലേ? സ്തോത്രം. നിങ്ങൾ ഉത്തരം മുട്ടിയിരിക്കുകയെന്ന് എനിക്കറിയാം. നമ്മുടെ ചിന്തയൊക്കെ അതാ. നമ്മുടെ ആത്മീയ വർധനം എവിടെ? നന്മയോടുള്ള ബന്ധത്തിൽ പ്രവചിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ വർധനവ്. സ്തോത്രം. അതൊക്കെ ഉണ്ട്, ദൈവം തരും. പക്ഷെ ആത്മീയ വർധനവ് ഉണ്ടാകേണ്ടത് സ്വർഗീയമാകുന്ന ചില പ്രവചനങ്ങളിലാണ്, ദൈവീകമാകുന്ന ചില പ്രവചനങ്ങളിലാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവചനം ദൈവാത്മാവ് നൽകുന്നുണ്ടെങ്കിൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. അത് കുറവാണെങ്കിലും ഏറ്റെടുത്തോണം. ബലഹീനതയാണ് വിളിച്ചു പറയുന്നെങ്കിൽ എന്ത് ചെയ്തോണം? ഏറ്റെടുത്തോണം. എന്തെന്നറിയാമോ? നമ്മുടെ ആത്മീയവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ അകത്തെ മനുഷ്യനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഇടപെടുന്നതെങ്കിൽ ഏറ്റെടുത്തോണം. അത് ഏറ്റെടുത്താൽ അടുത്തത് ആത്മീയ വർധനമായിരിക്കും. സ്തോത്രം. കുറവാണെങ്കിൽ പോലും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത സ്റ്റെപ്പ് നടക്കാൻ പോകുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. നിനക്ക് ആത്മീയ വളർച്ച ഉണ്ടാവും. സ്തോത്രം ചെയ്യുന്നു. അല്ലാതെ ബാക്കിയുള്ളതിനെ കേൾക്കുന്നതിന് നീ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. അതാ കേൾക്കുമ്പോൾ ഉള്ളൊരു സ്പിരിറ്റേ ഉള്ളൂ. ആത്മീയ ജീവിതവും ആത്മീയ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവചന ശബ്ദം വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ണുമടച്ച് സ്വീകരിച്ചോണം. അത് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകും, ആത്മീയ വർധനവിന് കാരണമാകും. മനസ്സിലായോ? സമയം പോകുന്നു. ഇനി മൂന്നാമത്തെ കാര്യം 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുന്നു. എന്തുവാ? അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ. അപ്പൊ മൂന്നാമത്തെ കാര്യം, ആത്മീയ വർധനവ് വരുവാൻ അന്യഭാഷ സംസാരിക്കും. ആരോട് സംസാരിക്കണം? ദൈവത്തോട് സംസാരിക്കണം. എവിടെ സംസാരിക്കണം? ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഇരുന്ന് അന്യഭാഷ സംസാരിച്ച അത് ശുശ്രൂഷയ്ക്ക് എന്താവും? ബുദ്ധിമുട്ടാവും. നീ പ്രാർത്ഥനാ മുറി കയറി അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. ഞാൻ നിങ്ങളോടൊരു അഭ്യർത്ഥന പറയാം. നിങ്ങൾ ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ അന്യഭാഷയിൽ മാത്രം സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഒരു ദിവസം ഒന്ന് ചെയ്തു പോയിക്കേ. അരമണിക്കൂർ അന്യഭാഷ മാത്രം പറഞ്ഞത് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് മാറ്റം കാണാം. വേറൊന്നും പറയരുത്. സ്തോത്രം ഹല്ലേലൂയയും മറ്റു വാക്കുകളൊന്നും പറയരുത്. ഹല്ലേലൂയ സ്തോത്രം സമർപ്പിച്ചു കൊടുത്തിട്ട് ഒരമണിക്കൂർ അന്യഭാഷ മാത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. അന്യഭാഷ പറഞ്ഞ് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങളോട് പറയാം, ആത്മീയ വർധന ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്യും. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കറിയാം, പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ലല്ലേ? ഉണ്ടോ? ഇല്ല. നമ്മൾ കൂടുതലും നമ്മുടെ ലാംഗ്വേജ് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഭാഷ വെച്ചാ നമ്മള് ഒരു വിഷയം, കർത്താവേ ഞാനിപ്പോൾ ഇന്ന വിഷയം, ഇപ്പൊ എന്റെ മോന്റെ വിഷയം അല്ലെ എന്റെ മോളുടെ വിഷയം, കർത്താവേ നിന്റെ സന്നിധി ഞാൻ വെക്കുന്നു, അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ആ വിഷയത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ അന്യഭാഷയിൽ മാത്രം ഒന്ന് പ്രാർത്ഥിച്ചേ. അവിടെ ദൈവകരം ചലിക്കുന്നത് നിനക്ക് കാണാം. നിനക്ക് തന്നെ ഒരു ആത്മീയ വർധന ഉണ്ടാകുന്നത് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് ജീവിതത്തിൽ അത് പ്രാപിച്ച ഉറപ്പോടെ ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ആത്മീയ വർധന ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ സംസാരിക്കണം. ഇനിയും എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യർ 4:29.
ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും മതി. ഇതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കേൾക്കുന്നുണ്ടോ? നാലാമത്തെ കാര്യമാണ് ആത്മീയ വർധനവ് വരാനും ഉള്ള ആത്മീയത്തെ ഇല്ലാതാക്കാനും കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ആത്മീയ വർധനവ് ഉണ്ടാകണമെങ്കിൽ നിന്റെ നാവ് സൂക്ഷിക്കണം. ഇനി ഒരു 2 മിനിറ്റത്തിന് സ്വത്രം വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സാരമില്ല, ആ സ്വത്രം കൂടെ ഞാനങ്ങ് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. ആത്മീയ വർധനവ് വരേണ്ടതിന് കൃപയോട് കൂടിയ വാക്ക്, അരുതാത്ത ഒരു വാക്ക് നിന്റെ നാവിൽ വീഴരുത്. മാത്രം അന്യഭാഷ പറയുന്നവര് തന്നെ അന്യായ ഭാഷ പറയാറുണ്ട്. ഉണ്ട്. ഞാൻ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ പറയുന്നു, നാവിൽ നിന്ന് വീണുപോയ വാക്കുകൾ ഇന്ന് പകൽ ക്ഷമ ചോദിച്ചിട്ടേ മടങ്ങാവുള്ളൂ. ക്ഷമ ചോദിച്ചിട്ടേ മടങ്ങാവുള്ളൂ. ഏറ്റു പറഞ്ഞിട്ടേ മടങ്ങാവുള്ളൂ. നാവിനെ അന്ന് യെശയ്യാവിന്റെ നാവിനെ തൊട്ട് ശുദ്ധീകരിച്ചതുപോലെ എന്റെ നാവിനെ സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് തീക്കനലുമായി സാറാഫ് ഇറങ്ങി വന്ന് തൊട്ട് എന്റെ നാവിനെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ നീ മടങ്ങാവുള്ളൂ. ഞാൻ പ്രത്യേകം തലേ കൈവച്ചൊന്നും പറയുന്നില്ല. സ്തോത്രം. പറഞ്ഞ വാക്കുകൾ പോലും വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് മറക്കരുത്. സ്തോത്രം. നിനക്ക് ആത്മീയ വർധനം ഉണ്ടാകണമോ? നിനക്ക് ആത്മീയ വളർച്ച ഉണ്ടാകണമോ? നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അരുതാത്ത ഒരു വാക്ക്. ഗ്രീക്കിൽ സാപ്രോസ് എന്നാണ്. ഗ്രീക്ക് വീട് സാപ്രോസ്. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ദുർഗന്ധമുള്ള. മലയാളത്തിലാ അരുതാത്തതെന്ന് എഴുതിയത്. ഗ്രീക്കിൽ സാപ്രോസ് എന്ന് വെച്ചാൽ ദുർഗന്ധമുള്ള, അശ്ലീലമായ എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അകത്ത് ആത്മീയ വർധനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, അകത്ത് ആത്മീയ വർധനവിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ വാക്ക് ദുർഗന്ധം പിടിച്ചതാവരുത്. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുക. കർത്താവെ പറഞ്ഞുപോയി, കർത്താവെ നാവിന്ന് വീണുപോയി. അപ്പുറത്തെ രോഷത്തിന് പറഞ്ഞതാ, അപ്പൊ ആ സമയത്ത് ദേഷ്യത്തിന് പറഞ്ഞതാ, സംഭവിച്ചു പോയി. കർത്താവെ എന്നോട് ക്ഷമിക്കണം. മനസ്സൊന്നെ പ്രാർത്ഥിക്കുക. കൃപയോടുകൂടിയ വാക്ക് നിന്റെ അതരത്തിൽ നിന്ന് വീണാൽ അവിടെ നിനക്ക് മാത്രമല്ല കേൾക്കുന്നവർക്കും ആത്മീയ വർധന ഉണ്ടാകുന്ന വിധത്തിൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന്. നമ്മുടെ നാവിൽ അധികാരമുണ്ട്. വചനം പറയുന്നു, മരണവും ജീവനും നിങ്ങളുടെ അതരത്തിലിരിക്കുന്നു. നിങ്ങളുടെ അതരത്തിന് ദൈവം അധികാരം തന്നിട്ടുണ്ട്. നിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിൽ പിശാചിന്റെ ശക്തിയല്ല വ്യാപരിക്കേണ്ടത്, ദൈവശക്തി വ്യാപരിക്കണം. നീ പറയുന്നൊരു വാക്ക് കേൾക്കുന്നവരുടെ ആത്മീയ വർധനം ഇല്ലാതാക്കരുത്. നീ പറയുന്നൊരു വാക്ക് അവരുടെ ആത്മീയ ജീവിതത്തിന് പോരലേൽപ്പിക്കരുത്. സ്തോത്രം. കൃപയോടുകൂടിയതും ആകാത്തതുമായ വാക്ക് ഉപയോഗിക്കരുതെന്ന് കർശനമായി ദൈവാത്മാവ് വിലക്കുന്നു. ഇനിയും ഇത് കേട്ടിട്ടും പറയാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയാ, എന്നെ ഏൽപ്പിച്ച ദൂതി ഞാൻ വിളംബരം ചെയ്തു, ബാക്കി ദൈവം നോക്കിക്കോളും. സ്തോത്രം ചെയ്യുന്നു. അരുതാത്ത ഒരു വാക്ക്. ചിലപ്പോ മൊബൈലിൽ കേട്ടതായിരിക്കും, TV കണ്ടതായിരിക്കും, കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചപ്പോ കേട്ടതായിരിക്കും, വീട്ടിൽ കേട്ടതായിരിക്കും. ദൈവാത്മാവ് പറയുന്നു, അരുതാത്തൊരു വാക്ക്. ആത്മീയ വർധനവ് ആഗ്രഹിക്കുന്ന, ആത്മീയ ജീവിതത്തിന് വില കൊടുക്കുന്ന ഒറ്റ വ്യക്തിയുടെ വായിൽ വീഴരുത്.
വീടരുത്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരാൻ ദൈവാത്മാ പറയുന്നു. മാനസാന്തരപ്പെടാൻ ദൈവാത്മാ പറയുന്നു. തീരുമാനമെടുക്കാൻ ദൈവാത്മാ പറയുന്നു. വന്നുപോയി, വീണുപോയി, കർത്താവെ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ഞാൻ ആത്മനിയോഗത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് പറയാം. നിന്റെ ആത്മീയ വർധനവ് പലപ്പോഴും ഡൗൺ ആയതിന്റെ കാര്യം നിന്റെ നാവാണ്. നിന്റെ നാവ് കാരണമാണ് നിനക്ക് ആത്മീയ വർധനമുണ്ടാകാത്ത. നിന്റെ നാവ് മൂലമാ പലപ്പോഴും നീ ഡൗൺ ആയി പോകുന്നത്. പരിശുദ്ധാത്മാ പറയുന്നു, തിരുത്താൻ ദൈവം ഒരവസരം തരിക, ഒരവസരം ദൈവം തരിക. ഹല്ലേലൂയ. ഇന്ന് പകൽ തീരുമാനമെടുക്കും. അപ്പോ ഉത്തമമായ സഭയുടെ ലക്ഷണം ആത്മീയ വർധനമുണ്ട്. എങ്ങനെയാണ് ആത്മീയ വർധനവ്? 1, പരസ്പര സ്നേഹം. 2, ദൈവീക പ്രവചനം. 3, അന്യഭാഷയിലുള്ള സംസാരം. 4, കൃപയോടുകൂടിയ വാക്കുകൾ. ഇതുണ്ടെങ്കിൽ ഇന്ന് ആത്മനിയോഗത്തോടെ പറയാം, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ മാറ്റങ്ങൾ വെളിപ്പെടും. ദൈവാത്മാവ് എന്നോട് പറയുന്നു, നീ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നീ ഇന്ന് വന്നതുപോലെ ആയിരിക്കത്തില്ല അടുത്ത ആഴ്ച വരുന്നത്. നീ ഇന്ന് വന്നതുപോലെ ആയിരിക്കത്തില്ല അടുത്ത ആഴ്ച വരുന്നത്. നീ ഇന്നിരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അടുത്ത ആഴ്ച ഇരിക്കുന്നത്. നിന്റെ ആത്മമണ്ഡലത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ വേഗത്തിൽ വരാം. 3, കർത്താവിനോടുള്ള ഭക്തി എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഉത്തമമായ സഭയുടെ 3ാമത്തെ ലക്ഷണം കർത്താവിനോടുള്ള ഭക്തി. നമ്മളെല്ലാരും ഭയങ്കര ഭക്തിക്കാരാ, അല്ലേ? അല്ലേ? അതുമില്ലേ? ഇനി ഞാൻ അതുകൂടെ പറയണം, ശ്രദ്ധിച്ചു കേട്ടെ. നമ്മളെല്ലാവരും ഭയങ്കര ഭക്തിയുള്ളവരാണ്. നിങ്ങൾക്കത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്താന്ന് എനിക്കറിയാം. ആണെന്ന് പറഞ്ഞ അടുത്ത എന്നതാ വരുന്നതെന്ന് നിങ്ങൾ അറിയത്തില്ല. അതാ പ്രശ്നം. സ്തോത്രം. ആണെന്ന് പറയുകയും ചെയ്യും, അടുത്ത ഇനി എന്തെങ്കിലും ചോദിച്ച് അതിന് പ്രശ്നമായ എന്തോ മറുപടി പറയും. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ചിലർക്ക് വ്യക്തിഭക്തിയാണ്. എന്നാ, ചില വ്യക്തികളെ കാണുമ്പോ ഭയങ്കര, അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചില വ്യക്തികളെ കാണുമ്പോ ഭയങ്കര ഭക്തി അവർക്ക്. എവിടുന്ന് വരുന്നെന്ന് അറിയത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ. ഈ കാണാൻ വലിയ ലുക്കില്ലാത്തൊരു പാസ് വന്നിരിക്കട്ടെ, കാഴ്ചയും വലിയ പറയത്തക്ക ഒരു ഇതില്ല, പാസ് വന്നിരിക്കും. ചിലരുടെയൊക്കെ ഭക്തി കണ്ട ഭക്തി ഉണ്ടോന്ന് പോലും അറിയത്തില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഒരു സെൻട്രൽ പാസ്റ്റർ ഓവർസിയറോ വരട്ടെ, ശരി, ഗെറ്റപ്പിൽ അവരങ്ങോട്ട് വന്നു കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭക്തി ഇല്ലാത്ത വ്യക്തി അവരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു ഭക്തി ഞാൻ പലപ്പോഴും പലയിടത്തും പലരെയും കണ്ടിട്ടുണ്ട്. ചില വ്യക്തികളെ കാണുമ്പോൾ ഇല്ലാത്തൊരു ഭക്തി കയറി വരും. ചില വ്യക്തികളെ കാണുമ്പോൾ ഇല്ലാത്ത ഭക്തി, അങ്ങനെയുള്ള ചിലരുണ്ട്. സ്തോത്രം. വ്യക്തികളെ അളന്നിട്ട് ഭക്തി കാണിക്കുന്നു, ദൈവം അത് അംഗീകരിക്കുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. എടാ, വെളുത്തവനാണേലും കറുത്തവനാണേലും, സമ്പന്നനാണേലും ദരിദ്രനാണേലും, ഹല്ലേലൂയ, നിന്റെ ഭക്തി ആ വ്യക്തിയോടല്ല, ദൈവത്തോടാണ്. അത് മറക്കരുത്. ഇനി ചിലര് പള്ളി ഭക്തിക്കാരാണ്. എന്താ പള്ളി? അവരുടെ പള്ളി, ഞങ്ങളുടെ പള്ളി. പള്ളി ഭക്തിക്കാരാ ചിലര്. സ്തോത്രം. എന്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററുണ്ട്, IPC എന്ന് പറഞ്ഞാൽ പുള്ളി വരികയും. സ്തോത്രം. എന്നൊക്കെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞാലും IPC. എന്നോട് ഒരിക്കൽ പറഞ്ഞു, പാസ് IPCയിലേക്ക് വരാൻ. ഞാൻ എന്തിനാ? ഇഷ്ടം പോലെ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടും.
ഇഷ്ടം പോലെ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടും. ഞാൻ പറഞ്ഞ ശരി, സ്തോത്രം, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ വിട്ടു. ചിലരൊക്കെ പള്ളി വേണ്ടതില്ലല്ലോ നിങ്ങൾ. ചിലരൊക്കെ പള്ളി ഭക്തരാ, പള്ളി ഭക്തർ. സ്തോത്രം. സ്തോത്രം. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ല, ദൈവം വെളിപ്പെടുത്തിട്ട് തന്നെ. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ പള്ളി. എന്നാ നിന്റെ പള്ളി? നിന്റെ പള്ളിയല്ല, ഞാൻ എന്റെ സഭ. അതാരാ പറഞ്ഞു? ആ കർത്താവിന്റെ പള്ളിയാ, നിന്റെ പള്ളിയാ. ഹല്ലേലൂയ. ചിലരൊക്കെ പള്ളി ഭക്തർ, അതല്ല കർത്താവിനോടുള്ള ഭക്തി. ചിലരൊക്കെ സംഘടനാ ഭക്തികളാണ്, അതല്ല യേശുവിനോടുള്ള ഭക്തി. സ്തോത്രം, സ്തോത്രം. ദൈവനിയോഗത്തിൽ ഞാൻ പറയുന്നു, വ്യക്തിഭക്തിയും പള്ളിഭക്തിയും സംഘടനാ ഭക്തിയും പാർട്ടി ഭക്തിയും എല്ലാം വിട്ടേക്കണം, എല്ലാം വിട്ടേക്കണം. ഇവിടെ വരുന്ന ദൈവമക്കളെ ഇത് കാണരുത്, ഇവിടെ വരുന്ന ദൈവമക്കളെ ഇത് കാണരുത്. ഓടിക്കില്ല, മാത്രം കാണരുത്. പള്ളിഭക്തിയും സംഘടനാ ഭക്തിയും പാർട്ടി ഭക്തിയും, ഹല്ലേലൂയ, സ്തോത്രം, വ്യക്തിഭക്തിയും ഉണ്ടാവരുത്. ഒറ്റ ഭക്തി മതി, സർവശക്തനാകുന്ന ദൈവത്തോട്. സങ്കീർത്തനക്കാരൻ എന്തുവാ പറഞ്ഞേ? ഒന്ന് വായിച്ചേ, 5:7 ഒന്ന് വായിക്കേ. ഞാൻ വേഗത്തിൽ നിർത്തി പ്രാർത്ഥിക്കാം. 5:7 വായിക്കും. 5:7 നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെ, ശ്രദ്ധിച്ചു കേട്ടെ, നിന്റെ ആലയത്തിലേക്ക് ചെന്ന്, കേട്ടോ, നിന്റെ ആലയത്തിൽ, ആരുടെ? പറ, ദൈവത്തിന്റെ. നിന്റെ ആലയത്തിൽ ഞാൻ ചെല്ലൂ, നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി. ആരുടെ? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കിയിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. രാമൻ എത്ര പേര് പറയും? കണ്ടോ, ആലയം നിന്റേതാണ്, വിശുദ്ധ മന്ദിരം നിന്റേതാണ്, എനിക്കതറിയാം. പക്ഷെങ്കിൽ എന്റെ ആരാധന നിന്നോടുള്ള ഭക്തിയോടെ ആയിരിക്കും. ആലയത്തോടുള്ള ഭക്തിയല്ല, വിശുദ്ധ മന്ദിരത്തോടുള്ള ഭക്തിയല്ല, ഒരു വ്യക്തിയോടുമുള്ള ഭക്തിയല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള ഭക്തിയിൽ ഞാൻ ആരാധിക്കും. അതാ ആരാധന, അതാ ഭക്തി. അപ്പൊ ആരോടായിരിക്കണം ഭക്തി ഉണ്ടാകേണ്ടത്? യഥാർത്ഥ ഭക്തി എന്തുവാ? കർത്താവിന്റെ ഇഷ്ടങ്ങളും കർത്താവിന്റെ അനുഷ്ഠാനങ്ങളും ഇഷ്ടമില്ലായ്മകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി പ്രസാദമായി ജീവിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. രാമൻ എത്ര പേര് പറയും? എത്ര പേര് പറയും? പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ദൈവീക പ്രസാദമാക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ട് പറഞ്ഞിട്ട് നീ ഭക്തി കളിക്കരുത്. സ്വന്തം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ടും പറഞ്ഞിട്ടും നീ ഭക്തി കളിക്കരുത്. അതല്ല ഭക്തി. കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്തു, ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരുന്നു. കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ തനിക്ക് പ്രസാദകരമായി തീർക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അകത്താണ് ഭക്തി. രാമൻ പറഞ്ഞു, ഉറപ്പുള്ളവര് പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? കർത്താവിന്റെ ഭക്തിയെ സൂക്ഷിക്കണം. അവസാനത്തെ കാര്യം കൂടെ പറയാം, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം. എന്താണ്? അപ്പൊ സഭയുടെ അകത്ത് കേൾക്കേണ്ട ശബ്ദം ആരുടെയാണ്? ആദിമ നൂറ്റാണ്ടിൽ സഭയുടെ അകത്ത് കേട്ടിരുന്നത് ആരുടെ ശബ്ദമാണ്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ശരിയാണോ? ആത്മാവ് പറഞ്ഞു ഞങ്ങൾ വേർതിരിച്ചു എന്ന് അപ്പോസ്തലന്മാര് പറയുന്നത്. ആത്മാവ് പറഞ്ഞു ഞങ്ങള് വേർതിരിച്ചു. അല്ലാതെ ഇന്നത്തെ പോലെ സ്വതന്ത്രം രാഷ്ട്രീയ പാർട്ടിക്കാര് കാണിക്കുന്ന പോലൊന്നും പരിപാടിയല്ല. ആണോ?
മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടാ, ഇന്നത്തെ പോലെ വോട്ടിന്റെ പരിപാടി അല്ലെന്ന്. സ്തോത്രം. ആളെ പിടിക്കുന്ന പരിപാടിയല്ല, ചൂണ്ടയിടുന്ന പരിപാടിയല്ല. ആദിമ നൂറ്റാണ്ടിൽ സഭയ്ക്കകത്ത് നിലനിന്നിരുന്നത് ഹല്ലേലൂയ കൃപ പ്രാപിച്ച് അപ്പോസ്തലന്മാര് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന വ്യക്തിയെ വേർതിരിക്കുക, ഇന്ന വ്യക്തിയെ ഇന്ന സ്ഥാനത്താക്ക്, ഇത് പറയുന്നത് ദൈവാത്മാവ എന്ന് അത് നിന്നോ എന്ന മാനുഷിക ശബ്ദം സഭയ്ക്കകത്ത് വന്നോ അന്ന് മുതൽ സഭ മുടിയാൻ തുടങ്ങി. സ്തോത്രം. അതുകൊണ്ടാണ് വചനമെഴുതി പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം ഉത്തമമായ സഭയ്ക്കകത്തുണ്ടാവണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ, ദൈവാത്മാവ് ഇടപെടുന്നവൻ മുട്ടയിലിരിക്കണം. മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കിയിട്ട് വേണം സെക്രട്ടറി എടുക്കാൻ. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു നോക്കിയിട്ട് വേണം ട്രഷറ എടുക്കാൻ. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു നോക്കി ദൈവാത്മാവ് വേർതിരിക്കാൻ പറയുന്നവരെ വേണം ഓരോ സ്ഥാനത്തും സഭയ്ക്കകത്താക്കാൻ. അങ്ങനെ ആക്കുന്ന സഭയുടെ അകത്ത് പിശാച് കയറത്തില്ല. അതായത് നിന്റെ കൂടെ നിൽക്കുന്നവരെ ഇന്ന സ്ഥാനത്താക്കുന്ന പരിപാടി, അതാ സഭ തകരുന്നത്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ബുധനാഴ്ച മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, പരിശുദ്ധാത്മാവ് വേർതിരിക്കാത്ത ഒരു പരിപാടിക്ക് നീ നിൽക്കരുത്. നിനക്കെതിരെ അതിന് ചീട്ടും കൊണ്ടുവന്നാൽ അത് വലിച്ചെറിഞ്ഞ് ദൂരെ കളയണം. പരിശുദ്ധാത്മാവ് അനുവദിക്കാത്ത ഒരു കാര്യത്തിനും നിൽക്കരുതെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ചിലരോട് പരിശുദ്ധാത്മാവ് അതിന് ദൂരമായി ഇടപെടുകയില്ല. പരിശുദ്ധാത്മാവ് വേർതിരിക്കാത്ത, പരിശുദ്ധാത്മാവ് ഇടപെടാത്ത ഒരു കാര്യത്തിന്റെ അകത്തും നീ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നത് ദൈവാത്മാവാണ്. ഉപദേശിയല്ല, സെക്രട്ടറി അല്ല, കമ്മിറ്റിക്കാരല്ല, സംഘടനകളല്ല, പൈസ ഉള്ളവനല്ല, പൈസ ഇല്ലാത്തവനല്ല. ദൈവത്തിന്റെ ആഴങ്ങൾ അറിയുന്നത് ദൈവത്തിന്റെ ആത്മാവാ. ആത്മാവ് വേണം സഭയ്ക്കകത്ത് പ്രബോധിപ്പിക്കാൻ. വ്യക്തിപരമായി ഞാൻ പറയുന്നു, ആത്മാവ് വേണം നിന്റെ അകത്ത് സംസാരിക്കാൻ, ആത്മാവ് വേണം നിന്റെ അകത്ത് തീരുമാനമെടുക്കാൻ, ആത്മാവ് വേണം നിന്റെ അകത്ത് ചലിക്കാൻ. മാനുഷികമാകുന്ന ഇടപാടുകൾ നിർത്തിക്കണം കേട്ടോ. മാനുഷികമാകുന്ന ഇടപാടുകൾ നിർത്തിക്കണം. സഭയാകുന്ന നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. സഭയ്ക്കകത്ത് സമാധാനമുണ്ടെങ്കിൽ അത് ഉത്തമ സഭയാണ്. സഭയ്ക്കകത്ത് ആത്മീയ വർധനമുണ്ടെങ്കിൽ അത് ഉത്തമ സഭയാണ്. സഭയ്ക്കകത്ത് കർത്താവിന്റെ ഭക്തി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തമ സഭയാണ്. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തമ സഭയാണ്. ഇങ്ങനെയുള്ള സഭ, ആ സഭയ്ക്കകത്താണ് രോഗസൗഖ്യം നടക്കുന്നത്, ആ സഭയ്ക്കകത്താണ് ഭൂതങ്ങൾ അഴിഞ്ഞു പോകുന്നത്, ആ സഭയ്ക്കകത്താണ് ബന്ധനങ്ങൾ അഴിയുന്നത്, ആ സഭയ്ക്കകത്താണ് വാഗ്ദത്തങ്ങൾ നിറവേറുന്നത്, ആ സഭയ്ക്കകത്താണ് ദൈവിക മറുപടികൾ വെളിപ്പെടുന്നത്, ആ സഭയ്ക്കകത്താണ് അത്ഭുതങ്ങൾ. എന്നോട് ദൈവാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ. കൊഴുപ്പ് കൂടി, ആത്മീയ കൊഴുപ്പ് കൂടി, ഹല്ലേലൂയ ചെടിക കൊഴുപ്പ് കൂടി സഭയൊരു ക്ലബ്ബാക്കി മാറ്റുന്ന ഒരനുഭവങ്ങളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ബുധനാഴ്ച പകൽ ദൈവം ഇടപെടുന്നു. സഭ ക്ലബ്ബല്ല, സഭ ക്ലബ്ബല്ല, സഭ ക്ലബ്ബല്ല, സഭ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവൃത്തികൾ നടത്തുന്ന. ഇന്ന് പകൽ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ഇന്ന് ദൈവം ചിലരുടെ ജീവിതത്തിൽ അത് ചെയ്യും, ചിലരുടെ ജീവിതത്തിൽ അത് ചെയ്യും. ചില ഭാവങ്ങൾ, ചില രോഗങ്ങൾ, ചില ബന്ധനങ്ങൾ, ചില പൈശാചിക ശക്തികൾ എല്ലാ കണ്ണുകളും അടച്ച് അല്പനേരം പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്.
എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധി കണ്ണുകളെ അടയ്ക്കാം. താങ്ക് യു ജീസസ്.